അപ്പോൾ ശ്രീഹരി ഇന്നത്തെ നമ്മളെ ക്ലാസ് കാറിലായിരുന്നു അല്ലേ? കാറിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സ്പീഡ് കൂടുന്നതും കുറയുന്നതൊക്കെ നമ്മൾ അല്ല, ആക്സിലേറ്റർ കൊടുക്കുന്നത് കൂടിയെന്നും കുറഞ്ഞു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിർത്തിയിരിക്കുന്ന വാഹനത്തിൽ സൗണ്ട് കേൾക്കും, ശബ്ദം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് ഒരു ചവിട്ടല്ല അല്ലേ? ഫസ്റ്റിൽ എത്ര ആക്സിലേറ്റർ കൊടുക്കും? ഒരു MM. ആ ഒരു MM ഇപ്പോഴ് ശ്രീഹരിക്ക് എങ്ങനെ മനസ്സിലാവുന്നുണ്ടത്? ഒരു MM ആണെന്ന് നമ്മൾ അവിടെ ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ആ മീറ്റർ സ്കെയിലിൽ നമ്മൾ നോക്കുമ്പം ആക്സിലേറ്റർ താഴുന്നത് പിടികിട്ടും അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴും ഒരു MM കൊണ്ട് നിർത്തണം. അങ്ങനെ ഒരു MM കൊടുത്ത് വയ്ക്കൂ. അപ്പോൾ ഇപ്പോഴും എഞ്ചിൻ്റെ സ്പീഡ് കൂടി, ഓക്കെ, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഗ്രിപ്പ് കിട്ടി, അല്ലെങ്കിൽ എഞ്ചിൻ്റെ പവർ വന്നു. സെക്കൻഡ് സ്റ്റേജ് ഞാൻ പറയും പോലെ കൊടുക്കണേ. 2, 3, 4, 5, 6 ഇങ്ങനെ പോയി. അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു സാങ്കല്പിക നമ്പറിൽ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. അവിടെ വെച്ചാണ് വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്സിലേറ്റർ കുറയ്ക്കും. 6ൽ നിന്ന് 5, 4, 3, വീണ്ടും പഴയതുപോലെ 4, 5, 6, വീണ്ടും 5, 4, 3, 2. ഇങ്ങനെയാണ് നമ്മൾ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു ചവിട്ടും ഒരു എടുപ്പുമല്ല. പക്ഷേ ചില കുട്ടികൾക്ക് ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞാൽ അവർ ഒരു ചവിട്ടായിരിക്കും, എടുക്കാൻ പറഞ്ഞാൽ ഒരു എടുപ്പായിരിക്കും. അപ്പോൾ അവർ ഈ വീഡിയോ കണ്ട് ആക്സിലേറ്റർ കൺട്രോൾ ആദ്യം ഇവിടെ കൈ കൊണ്ട് ചെയ്ത് ആ മൈൻഡിനകത്ത് അത് സെറ്റാക്കി, പിന്നെ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ കാലുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കാറിൽ ഓടിക്കുമ്പോൾ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ സ്പീഡ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു സ്ലോ, എന്ത് ചെയ്യും? ഓക്കെ, രണ്ടാമത്തെ സ്ലോ എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്ലോ ആകുമ്പോൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും. സഡൻ ചവിട്ടല്ല, ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും. ബ്രേക്ക് അപ്ലൈ ആയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ബ്രേക്ക് ഇപ്പോഴും ബ്രേക്ക് പെഡലിൽ തൊടും, കൈ റിലീസ് ചെയ്യും. ഇപ്പോഴും ബ്രേക്ക് അപ്ലൈ ആയിട്ടുണ്ടോ? ഇല്ല, കാരണം ഇപ്പോഴും ബ്രേക്ക് പെഡലിന് പിടുത്തമില്ല. ബ്രേക്ക് അപ്ലൈ ആവുന്ന എപ്പോഴാണ്? ആ പോയിന്റിൽ കൊണ്ട് നിർത്തും. യെസ്, എങ്ങനെ അറിയാൻ പറ്റുന്നു ബ്രേക്ക് അപ്ലൈ ആയി തുടങ്ങുന്നതെന്ന്? ആ പെഡലിലൊരു പിടുത്തം വരുന്നുണ്ട് അല്ലേ? ആ പിടുത്തം വരുന്നതിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രഷറാണ് വണ്ടിയിൽ അറിയുന്നതും അറിയാതിരിക്കുന്നതും. ചില ഡ്രൈവർമാർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒറ്റ ചവിട്ടാണ്, അവർ പെട്ടെന്ന് സഡൻ. അപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ മുമ്പിലോട്ടായി. ചിലർ അതുപോലെ കാലിൽ നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യും, അപ്പോൾ ആൾ പിറകിലോട്ട് ചായും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ആ പിടുത്തം കിട്ടുന്ന ഭാഗത്ത് വെച്ചുകൊണ്ടാണ് വണ്ടിയിൽ അറിയാത്ത രീതിയിൽ ഏത് കൺട്രോൾ ചെയ്യേണ്ടത്? ബ്രേക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, അല്പം ബ്രേക്കിന് പ്രഷർ കൊടുക്കൂ, മതി. അല്പം ബ്രേക്ക് കുറയ്ക്കൂ, മതി. ബ്രേക്ക് വിടൂ എന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, ബ്രേക്ക് വിടാൻ പറഞ്ഞാൽ അപ്പോഴ് എപ്പോഴും കാല് എവിടെ റെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ? ആക്സിലേറ്ററിൽ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോഴ് ആ സ്പോട്ടിൽ ബ്രേക്ക് നമ്മൾ വിടുമ്പോൾ മാത്രമാണ് വണ്ടി ഓടി വന്ന ഫോഴ്സിൽ വണ്ടി ബമ്പ്, കട്ടർ, അതുപോലുള്ള സിറ്റുവേഷൻ, വണ്ടിയെ നമ്മൾ പാർക്ക് ചെയ്യുന്നത് ഒക്കെ ഓടി വന്ന ഫോഴ്സിലാണ്. ഈ ഓടി വന്ന ഫോഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, വീണ്ടും ആക്സിലേറ്റർ കൊടുക്കൂ. ഞാൻ പറയുന്നു സ്ലോ, രണ്ടാമത്തെ സ്ലോ, ബ്രേക്ക് സ്ലോ ചെയ്യണം, പോകാം. ഓക്കെ, സ്റ്റോപ്പ്, മതി. ബ്രേക്ക് വിടൂ, കറക്റ്റ്. ആ ബ്രേക്ക് വിടുന്നതിന് ശകലം ഫോഴ്സ് കുറഞ്ഞു. ഒരു ബമ്പാണ് സങ്കല്പിച്ചോ, ആക്സിലേറ്റർ കുറയ്ക്കൂ. ഓക്കെ, ബ്രേക്ക് സ്ലോ ചെയ്യൂ. ബമ്പാണ്, ബമ്പിൽ ഫ്രണ്ട് ടയർ കയറുന്നതിന് ഞാൻ പറയണം ബ്രേക്ക് വിടൂ. അപ്പോഴും തന്നെ അത് അതിന് ഫോഴ്സ് കുറഞ്ഞു പോയി. ഒന്നുകൂടെ വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണേ. സ്ലോ, ആക്സിലേറ്റർ കുറച്ചു, ബമ്പിനെ കണ്ടു, ബ്രേക്ക് സ്ലോ ചെയ്യൂ. സ്ലോ ആയി കേട്ടോ, ശരി. പെട്ടെന്ന് ബ്രേക്ക് അങ്ങ് വിടും, കറക്റ്റ്. അതായത് ഫ്രണ്ട് വീല് ആ ബമ്പിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക് വിടണം. വിടുമ്പോൾ ഓടി വന്ന ഫോഴ്സിൽ ബമ്പ് വണ്ടി കയറി ഇറങ്ങും. ഓക്കെ മിസ്റ്റർ ശ്രീഹരി, എങ്ങനെയുണ്ട്? കാര്യങ്ങൾ പിടികിട്ടിയോ? ഓക്കെ തന്നെ, ശരി, ഓക്കെ.